Okay, so welcome back all. So we proceed with the in this session also we proceed with the December 2023 session of NET CACR NET Physical Science, and in the last session we were doing this problem again related to quantum mechanics problem ആയിരുന്നു angular momentum related. So ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പർട്ടിക്കുലർലി ആംഗുലർ മൊമെന്റം പലവട്ടം റിപ്പീറ്റ് ആയിട്ട് കണ്ടു. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അവസാനമായിട്ട് ചെയ്തത്. നൗ വി മൂവ് ഓൺ. ഓക്കെ, സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം ഓഫ് എൻ നോൺ ഇന്ററാക്ടിങ്, ഇത് അഗൈൻ പാർട്ട് ബി തന്നെയാണ്, പാർട്ട് സിയിൽ എത്തിയിട്ടില്ല. where each spin can take values. So നിങ്ങൾക്ക് n നോൺ ഇന്ററാക്ടിങ് ആയിട്ടുള്ള ക്ലാസിക്കൽ സ്പിൻസ് ഉണ്ട്, ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്, ആൻഡ് ദ സ്പിൻസ് ക്യാൻ ടേക്ക് വാല്യൂസ് സിഗ്മ പ്ലസ് മൈനസ് 1 ആൻഡ് 0. മൂന്ന് പോസിബിൾ വാല്യൂസ് ആണ് അതിനുള്ളത്. എച്ച് എന്ന് പറയുന്ന ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആൻഡ് ഒരു സിംഗിൾ സ്പിന്നിന്റെ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, മൈനസ് മ്യൂ ബി എച്ച് സിഗ്മ പ്ലസ് ഡെൽറ്റ 1 മൈനസ് സിഗ്മ സ്ക്വയർ. സോ മ്യൂ ബി ഡെൽറ്റ എല്ലാം പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ഇഫ് എം ഇസ് എ മാഗ്നറ്റൈസേഷൻ ദ സീറോ ഫീൽഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അതായത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണെന്നാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി. Okay, so if you have basics of statistical mechanics, so most of the time statistical mechanics in problem vannu kayna, the first thing you have to do is to evaluate the partition function of that system. Then the partition function naturally ella quantities like average energy, for example here magnetic properties, magnetization, idellam partition function namukku kittum. പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. പാർട്ടീഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് എന്നാണ്, ഇ ടു ദ പവർ സം ഓർ ഓൾ പോസിബിൾ എനർജി വാല്യൂസ് ഇ ടു ദ പവർ മൈനസ് ബീറ്റ ഇ ഐ, വേർ ബീറ്റ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇൻവേഴ്സ് ടെമ്പറേച്ചർ 1/kBT. സോ ഇതാണ് നിങ്ങളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ എനി സിസ്റ്റം. സോ നിങ്ങൾക്ക് സിസ്റ്റത്തിലെ എനർജി ലെവൽസ് ഇ ഐസ് അറിയാമെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് വിത്ത് ദാറ്റ് ലെറ്റ്സ് സീ ഹൗ മാഗ്നറ്റൈസേഷൻ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് വി ഇവാലുവേറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ ഈ കേസിൽ തന്നിട്ടുണ്ട് നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈനസ് മ്യൂ ബി സിഗ്മ എച്ച് പ്ലസ് ഡെൽറ്റ 1 മൈനസ് സിഗ്മ സ്ക്വയർ, ആൻഡ് സിഗ്മയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് 0. സോ നമ്മുടെ എനർജി പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സപ്പോസ് ഈ പ്ലസ് വൺ സിഗ്മയ്ക്ക് പ്ലസ് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എനർജി ഏകൻ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് മൈനസ് മ്യൂ ബി എച്ച്. സോ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ക്യാൻസൽ ഓഫ് ആൻഡ് യു വിൽ ഗെറ്റ് 0, ആൻഡ് ഈ 0 സിഗ്മയ്ക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇത് 0 ആയിട്ട് പോകും. സോ യു വിൽ ഗെറ്റ് ജസ്റ്റ് ഡെൽറ്റ, ആൻഡ് ഈ മൈനസ് 1 എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് എ പ്ലസ് ഹിയർ. സോ മ്യൂ ബി എച്ച്, ആൻഡ് ഇത് അഗെയിൻ സിഗ്മ സ്ക്വയർ ഉള്ളതുകൊണ്ട് 0 ആയിരിക്കും. സോ ഇതാണ് നിങ്ങളുടെ സിസ്റ്റത്തിലെ സിംഗിൾ സ്പിന്നിനെ സംബന്ധിച്ച് ഇതാണ് നിങ്ങളുടെ പാർട്ടീഷൻ എനർജി ലെവൽസ്. സോ ഇത് വെച്ചിട്ട് ഒരു സിംഗിൾ സ്പിന്നിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, വിച്ച് ഐ എം ഡിനോട്ടിങ് വിത്ത് Z1. സോ ഇ ടു ദ പവർ മൈനസ് ബീറ്റ ഇ പ്ലസ് 1 പ്ലസ് ഇ ടു ദ പവർ മൈനസ് ബീറ്റ ഇ 0 പ്ലസ് ഇ ടു ദ പവർ മൈനസ് ബീറ്റ ഇ 1 ഇ മൈനസ് ബീറ്റ മ്യൂ ബി h plus or minus beta delta e to the power minus beta b h. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്യാം.
using hyperbolic cos 2 cos h ബീറ്റ മ്യൂ ബി എച്ച് എന്ന് എഴുതാം. പെട്ടെന്ന് നമുക്ക് ഡിഫറൻഷ്യലിലൊക്കെ സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ അതിനൊക്കെ ഒരു ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ക്യാൻ ഓൾസോ ഡു ഡയറക്റ്റ്ലി, ലൈക്ക് കൺവെർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ. സോ അവർ തന്നിരിക്കുന്നത് n നോൺ ഇന്ററാക്ടിങ് ആയിട്ടുള്ള സ്പിൻസ് ആണ്. അതിൽ ഒരു സ്പിന്നിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണിത്. സോ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിവൺ ദാറ്റ് n നോൺ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ, ടോട്ടൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാർട്ടിക്കിളിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ റൈസ് ടു n ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദേ ആർ നോൺ ഇന്ററാക്ടിങ്. സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് അതിനെ പ്രൊഡക്റ്റ് എടുക്കുന്നത് ദേ ആർ സെയിം. സോ ഒരെണ്ണം ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ n പാർട്ടിക്കിൾസ്. സോ ഈ കേസിൽ എന്തായിരിക്കും, ജസ്റ്റ് ഇതിന്റെ പവർ which is 2 cos h beta mu b h plus e to the power minus beta delta raised to n. ഓക്കെ, സോ പാർട്ടീഷൻ ഫംഗ്ഷൻ ആയി. ഇനി അടുത്തത് ഇവർ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റൈസേഷന്റെ ഒരു റിലേറ്റഡ് ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റൈസേഷൻ ഡെറിവേറ്റീവ് ആണ്. സോ ആദ്യം മാഗ്നറ്റൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. സോ ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, മാഗ്നറ്റൈസേഷൻ. ഗിവൺ ദാറ്റ് യു നോ പാർട്ടീഷൻ ഫംഗ്ഷൻ, യു ക്യാൻ ഇവാലുവേറ്റ് ദ മാഗ്നറ്റൈസേഷൻ യൂസിങ് ദിസ് ഫോർമുല. ഡോ ലോഗ് സെറ്റ് ബൈ ഡോ എച്ച്. എച്ച് ആണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത് എച്ച് ആണെങ്കിൽ, നിങ്ങളുടെ ഫീൽഡ് സ്ട്രെങ്ത് എച്ച് ആണെങ്കിൽ എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ലോഗ് സെറ്റിന്റെ ഡെറിവേറ്റീവ് ഇടുക. And that will give you the magnetization. Okay, so അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് log z ആദ്യം ഒന്ന് എടുക്കാം. That will give me n log 2 cos h beta mu b minus beta delta. Okay, so now what happens if I differentiate with respect to, so m എന്ന് പറയുന്നത് n ബൈ ബീറ്റ പുറത്ത് കിടക്കും. ആൻഡ് യു ഡിഫറൻഷിയേറ്റ് ലോഗ്. സോ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ യു ഗെറ്റ് ഇൻ ദ നോമിനേറ്റർ യു വിൽ ഹാവ് 2 ബീറ്റ മ്യൂ ബി, ബിക്കോസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ആണ്. സൈൻ എച്ച് beta mu b h. സെക്കൻഡ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എച്ച്. സോ അത് 0 ആയിരിക്കും. സോ നോമിനേറ്റർ അത്രേ ഉള്ളൂ. ആൻഡ് ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും, ബിക്കോസ് നിങ്ങൾ ചെയിൻ റൂളാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. 1 ബൈ ദിസ് ടൈംസ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നോമിനേറ്ററിൽ കിടക്കുന്നത്. ആൻഡ് 1 ബൈ ദാറ്റ് ക്വാണ്ടിറ്റി 2 cos h beta mu b h plus e to the power minus beta lambda delta. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റൈസേഷൻ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് അനദർ ഡിഫറൻഷ്യൽ. അവർ ചോദിച്ചിരിക്കുന്നത് 1/n ഡോ എം ബൈ ഡോ എച്ച് ആണ്. in the limit h tends to 0. So again ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. So 1/n will cancel off because of that n. So you will get a 1 by beta. And again ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. സോ ഞാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. 2 beta cos h beta
mu b h, and there is a beta square mu b square because chain rule കാരണം. So ഇതാണ് നോമിനേറ്ററിന്റെ ഡിഫറൻഷ്യൽ. അതാണ് ഐ മീൻ ഐ ആം ഡൂയിങ് ഇറ്റ് ആസ് ലൈക്ക് ദിസ് തിങ് ടൈംസ് 1/this എന്നുള്ള തരത്തിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. So got this divided by 2 cos. So ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സ്റ്റിൽ ഇറ്റ് വർത്ത് ഡൂയിങ്. അതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത്. അതായത് എൻ്റെ നോമിനേറ്ററിനെ ഐ മീൻ ഫസ്റ്റ് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു ടൈംസ് മൈ സെക്കൻഡ് ഫംഗ്ഷൻ. സിമിലർലി അടുത്ത ടേം വരും വിച്ച് ഈസ് ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ കിടക്കും. സൈൻ എച്ച് അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ ഇവിടെ ഞാൻ ബാക്കി ചെയ്യുന്നില്ല. ഇവിടെ ആക്ച്വലി നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. സോ യു വിൽ ഗെറ്റ് എ സ്ക്വയർ ആൻഡ് അഗെയിൻ സം ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇവിടെ ഡിഫറൻഷ്യലും വരും. ഇത് ഇങ്ങനത്തെ ലെങ്തി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ടേംസും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് h ടെൻസ് ടു 0, h 0 ആക്കാൻ പോവാണ്. സോ വെൻ h is 0, സൈൻ h എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. സൈൻ h ഓഫ് h, സൈൻ h ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ടേം ഫുൾ 0 ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ലെങ്തി ആയിട്ട് ഈ ടേം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് യു ഇവാലുവേറ്റ് 0. ഓക്കെ, സോ ഐ എം നോട്ട് ഇവാലുവേറ്റിംഗ് ദാറ്റ്. ഫസ്റ്റ് ടൈം മാത്രമേ വരുന്നുള്ളൂ. സോ ബീറ്റ വിൽ ക്യാൻസൽ ഓഫ് ആൻഡ് again h tends to 0 limit directly apply here. So you will get 2 beta mu b square and cos h of 0 എന്ന് പറയുന്നത് 1 ആണ്. ഡിനോമിനേറ്ററിലും you will get 2 times 1 plus e to the power minus beta delta. Okay, so let's see the option. So ഇതാണ് ആൻസർ. 2 beta mu b square by 2 plus e minus e raised to minus beta delta. അതിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. This is the answer. Okay, so കുറച്ച് ലെങ്തി ആണെങ്കിലും ഈസിയാണ് ഇഫ് യു നോ ദി കൺസെപ്റ്റ്സ്. കുറച്ച് അൽജിബ്രൈക് മാനിപ്പുലേഷൻ ആണ് മെയിൻലി നടക്കുന്നത്, ഡിഫറൻഷ്യലും ഇത്രയൊക്കെ തന്നെ. ഞാനൊന്നുകൂടി സമറൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ യൂഷ്വലി യു വിൽ സ്റ്റാർട്ട് വിത്ത് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. ദിസ് ഇസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ ഇഫ് യു നോ ദി എനർജി ലെവൽസ് യു ക്യാൻ കാൽക്കുലേറ്റ് പാർട്ടീഷൻ ഫംഗ്ഷൻ. യൂഷ്വലി ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം തരുന്നത് ഇതുപോലത്തെ വല്ല എനർജി സ്പിൻ സിസ്റ്റംസ് സ്പിൻസ് ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. സോ യു ക്യാൻ ഡയറക്ട്ലി ഇവാലുവേറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. അടുത്ത പോയിന്റ് നോൺ ഇന്ററാക്ടിങ് സിസ്റ്റം ആണെങ്കിൽ, സോ ഈ കേസിൽ ഞാൻ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്തു, Z1 എന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചു. ദെൻ അവർ തന്നിരിക്കുന്നത് n നോൺ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷന്റെ പവർ ആയിരിക്കും, റൈസ് ടു n ആയിരിക്കും. സോ ഇതാണ് അടുത്ത പോയിന്റ്. സോ പോയിന്റ് നമ്പർ 1 നിങ്ങളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്, ഇവാലുവേറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 2 നിങ്ങളുടെ നോൺ ഇന്ററാക്ടിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ വൺസ് യു അറൈവ് അറ്റ് പാർട്ടീഷൻ ഫംഗ്ഷൻ എങ്ങനെ നിങ്ങൾക്ക് മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കാം. ഇത് ഈ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മ വേണം. സിമിലർലി ദർ ആർ ആവറേജ് എനർജി എന്ന് പറയുന്നത് മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ലോഗ് സെഡ് ആണ്. ആവറേജ് എനർജി സിസ്റ്റത്തിന്റെ ആവറേജ് എനർജി നിങ്ങൾക്ക് ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. സിമിലർലി ദർ ആർ അതർ ഫോർമുല ഫോർ വാരിയസ് ക്വാണ്ടിറ്റീസ്.
അതൊന്ന് ഇതും അഗൈൻ ബുക്ക് കീപ്പിംഗ് നല്ലതായിരിക്കും. ഈ ഒരു റിലേഷൻസ് എല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ക്യാൻ റിഫ്രഷ് ബിഫോർ ഗോയിങ് ടു ദ എക്സാം. ഓക്കെ, നൗ പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് ഡയറക്ട്ലി യു ഹാവ് ടു ഇവാലുവേറ്റ് 1/n ഡോ എം ബൈ ഡോ എച്ച് അറ്റ് എച്ച് ടെൻസ് 0. സോ അവിടെ ഞാൻ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്തു. അതായത് ചെയിൻ റൂള് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദ സെക്കൻഡ് ടൈം ഈസ് ഗോയിങ് ടു 0 വെൻ യു അപ്ലൈ ദ ലിമിറ്റ്. സോ ഐ എം നോട്ട് ഡൂയിങ് ദ എൻറ്റയർ കാൽക്കുലേഷൻ because that time goes to 0. Directly evaluate to your answer. Okay, so options നോക്കി കഴിഞ്ഞാൽ ഒരു 2 ഫാക്ടർ വ്യത്യാസമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സോ ഇഫ് യു മേക്ക് എനി സ്മോൾ മിസ്റ്റേക്സ് മേ ബി ഇതിലേക്ക് നിങ്ങൾ എത്താം. ശ്രദ്ധിക്കുക, വെൻ ഡൂയിങ് സച്ച് കാൽക്കുലേഷൻസ് ഈവൻ സ്മോൾ മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾ പെട്ടെന്ന് റോങ് ആൻസറിലേക്ക് എത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മൂവ് ഓൺ. ഇതും ബി പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Hamiltonian for 2 particles. Now it is quantum mechanics, not classical system. Again, നേരത്തെ n non interacting classical spins ആയിരുന്നു. ഇവിടെ 2 interacting quantum particles ആണ്. ഓക്കെ, സോ ഹാമിൽട്ടോണിയൻ ഫോർ 2 particles വിത്ത് ആംഗുലർ മൊമെന്റം തന്നിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം അഗൈൻ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ആംഗുലർ മൊമെന്റം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ യു ക്യാൻ ഡു. അഗൈൻ ഇതൊരു ബേസിക്സ് അറിയെങ്കിൽ, ആക്ച്വലി നോട്ട് വെരി മച്ച് ബേസിക് ഐ വുഡ് സേ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണിത്. എന്നാലും ഞാൻ പറയാം, ഇറ്റ്സ് വർത്ത് സേയിങ് ദാറ്റ്. ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, വിച്ച് ഇൻവോൾവ്സ് L1 ഉണ്ട്, L2 ഉണ്ട്. ഇത് ഇൻഡിവിജ്വലി L1 1 2 പാർട്ടിക്കിൾസിന്റെ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ആണ്. L1 സെറ്റ് ഉണ്ട്, L2 സെറ്റ് ഉണ്ട്, അവരുടെ സെറ്റ് കമ്പോണൻസ്. ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ പോസിബിൾ എനർജി ഐഗൻ വാല്യൂസ് ഫോർ ദ സ്റ്റേറ്റ് വിത്ത് L equal to 2. ഓക്കെ, സോ L equal to 2 സ്റ്റേറ്റിന്റെ എനർജി ഐഗൻ വാല്യൂസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ മേ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ്. നിങ്ങൾക്ക് 2 പാർട്ടിക്കിൾ ഉണ്ട്, L1 ഈക്വൽസ് L2 ഈക്വൽസ് 1 എന്നുള്ള 2 പാർട്ടിക്കിൾസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് each particle have -1 0 1 എനർജി ലെവൽസ്. 3 സ്പിൻ സ്റ്റേറ്റ്സ് ഉള്ള 2 സിസ്റ്റംസ് ആണ് നിങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്. സോ ദർ ഇസ് ടോട്ടൽ 3 into 3 9 സ്റ്റേറ്റ്സ് ഉണ്ട് ആ സിസ്റ്റത്തിൽ. പക്ഷെ നിങ്ങളത് ആംഗുലർ മൊമെന്റം വൈസ് നിങ്ങളിത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് L1 - L2 മോഡുലസ് അത് തൊട്ട് L1 + L2 വരെയാണ്. ഇതാണ് CG കോഎഫിഷ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ആംഗുലർ മൊമെന്റം അഡീഷൻ ആണ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ഗിവ് യു 0 1 2. ഇതാണ് എല്ലിന്റെ പോസിബിൾ. L എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ ആംഗുലർ ക്വാണ്ടം നമ്പർ ആണ്. വൺസ് യു കമ്പൈൻ യു ഹാവ് എ ടോട്ടൽ ആംഗുലർ മൊമെന്റം. അതിന്റെ ക്വാണ്ടം നമ്പർ ആണ് L എന്ന് പറയുന്നത്. അതിന്റെ റേഞ്ച് ആണ് 0 1 2 എന്ന് പറയുന്നത്. സോ ഇവിടെ ഓരോ L സ്റ്റേറ്റിനും 2L + 1 ഡിജനറസി ഉണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ് ഇതിൻ്റെ അകത്ത് 2 into 0 + 1 എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്റ്റേറ്റ് ഉണ്ടായിരിക്കുള്ളൂ. L equal to 1 2 into 1 + 1 എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ് ലൈക്ക് ദിസ് -1 0 1 എല്ലാം M സെറ്റ് വാല്യൂസ് ആണ് ഈ പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ 2 into 2 + 1 5 which is like -2 -1 0 1 2. ഇത്രയും ഇവിടെയാണെങ്കിൽ -1 0 1. This is only 0. ഓക്കെ, സോ കൗണ്ട് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 9 സ്റ്റേറ്റ്സ് ആണ്. ഇഫ് യു കമ്പൈൻ 2 L1 L2 യു വിൽ ഗെറ്റ് 9 സച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവും. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ ടേംസിൽ ചിന്തിച്ചു കഴിഞ്ഞാലും യു ഹാവ് 1 2 3 4 5 6 7 8 9. സോ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഡയമെൻഷനാലിറ്റി മാച്ച് ചെയ്യണം. ഇത് എന്നുള്ളത് അതിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ ടേംസിലുള്ള ഡിസ്ക്രിപ്ഷൻ ആണെന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് വാസ് ബേസിക്സ്. സോ ഈ തന്നിരിക്കുന്ന ഹാമിൽട്ടോണിയൻ റീറൈറ്റ് ദാറ്റ് E/h²
L1 plus L2 dot L2. സോ ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണ്. മൈനസ് L1Z plus L2Z. So maybe I did not set with this square. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ ടേംസിലാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ഇൻ ടേംസ് ചിന്തിച്ചു വന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അതിനു വേണ്ടി നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് L1 ഡോട്ട് L2 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വരും. L1 ഡോട്ട് L2 പ്ലസ് L2 സ്ക്വയർ വരും. ദെൻ യു ഹാവ് L1Z plus L2Z സെയിം സ്ക്വയർ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാമിൽട്ടോണിയൻ. ഓക്കെ, സോ ഒരു സ്റ്റെപ്പ് സിംപ്ലി എക്സ്പാൻഷൻ കൂടി നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് എവിഡൻ്റ് ആയി കാണുള്ളൂ. L1 ഡോട്ട് L2 ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും യൂസിങ് ദ ഐഡന്റിറ്റി. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ L സ്ക്വയർ മൈനസ് L1 സ്ക്വയർ മൈനസ് L2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ഇതൊരു ഐഡന്റിറ്റി ആണ്. ആ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ ഹാമിൽട്ടോണിയനെ മാറ്റിയിരുന്നു. ഓക്കെ, നൗ നമുക്കറിയാം നിങ്ങൾക്കൊരു ടോട്ടൽ ആംഗുലർ മൊമെന്റം L സ്ക്വയർ ഓപ്പറേറ്റർ ഇറ്റ് വിൽ കമ്മ്യൂട്ട് വിത്ത് ദ ഇൻഡിവിജ്വൽ. ലൈക്ക് L1 L2 ആണ് നിങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അവർ കമ്മ്യൂട്ട് ചെയ്യും, ഈ രണ്ടുപേര് കമ്മ്യൂട്ട് ചെയ്യും. സിമിലർലി L സ്ക്വയർ വിൽ കമ്മ്യൂട്ട് വിത്ത് L2. L1 L2 കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കേസിൽ അറ്റ്ലീസ്റ്റ് L1 പ്ലസ് L2 ആണ് നിങ്ങളുടെ ടോട്ടൽ ആംഗുലർ മൊമെന്റം. സോ ഈ ഒരു ഐഡന്റിറ്റി ഇവർ കമ്മ്യൂട്ട് ചെയ്യും, മ്യൂച്വലി കമ്മ്യൂട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓൾസോ L square will commute with L1Z and L2Z. ഇവരെല്ലാവരും കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഇതെല്ലാം പറയാനുള്ള കാരണം നിങ്ങൾ ഹാമിൽട്ടോണിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാം ടോട്ടൽ L സ്ക്വയർ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ടേംസ് ആണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ടോട്ടൽ ഹാമിൽട്ടോണിയൻ L സ്ക്വയർ ആയിട്ട്, L സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റർ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് L സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ L ഇൻറ്റു L പ്ലസ് 1 H സ്ക്വയർ ആണ്. ഈ ഐഗൻ വാല്യൂസ് അത് ബ്ലോക്ക് സ്ട്രക്ചർ ആയിട്ട്, ബ്ലോക്ക് ഡയഗണൽ ആയിട്ടായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 0, 1, 2 ആണ് നമുക്ക് 3 പോസിബിൾ L വാല്യൂസ്. സോ ഈച്ച് L വിൽ ഗിവ് യു എ ബ്ലോക്ക്. ഈ ഹാമിൽട്ടോണിയനെ ഈ ഒരു ബേസിസിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ 5x5 ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാവും, 3x3 ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാവും, 1x1 ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാവും. അവര് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇവർ പറഞ്ഞത് L=2 സ്റ്റേറ്റിലെ എനർജി ഏഗൻ വാല്യൂസ്. സോ ഇവിടെ 5 എനർജി ഏഗൻ വാല്യൂസ് ഉണ്ടാവും. നമുക്ക് നോക്കാൻ എത്ര ഉണ്ടാവുന്നു, അവരേതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിനെന്ത് ചെയ്യണം, നമുക്ക് എനർജി ഏഗൻ സ്റ്റേറ്റ് നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഇത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ലൈക്ക് നിങ്ങളുടെ ടോട്ടൽ ആംഗുലർ മൊമെന്റ് സ്റ്റേറ്റിനെ നിങ്ങൾക്ക് LM ബേസിസ് സ്റ്റേറ്റ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ H നിങ്ങളുടെ ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ്സിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഏഗൻ വാല്യൂസ് കിട്ടും കറസ്പോണ്ടിങ് ടു ദാറ്റ് LM. ആ LM എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓൾസോ L എന്ന് പറയുന്നത് 2 ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ L2 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി എമ്മിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് +or-2 +or-1 0 എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ ഹാമിൽട്ടോണിയൻ നോക്കിക്കഴിഞ്ഞാൽ L സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് L ഇൻറ്റു L പ്ലസ് 1 ആണ്. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു
3. സോ ഓക്കെ, മേ ബി ഞാൻ ഹാമിൽട്ടോണിയൻ ഒന്ന് എടുത്ത് എഴുതാം. E by h cut square L square minus L1 square minus L2 square by 2 plus L2 square minus L1z plus L2z. ഓക്കെ, സോ എല്ലിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഫർദർ ഓൺ ഞാൻ L = 2 ഫിക്സ് ചെയ്യാൻ പോവാണ്. സോ 2 × 3 6x cut square വരും. ആ h cut square ഈ h square ക്യാൻസൽ ചെയ്ത് പോകും. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് നമ്പേഴ്സ്. സോ 6 മൈനസ് L1 സ്ക്വയർ. L1ന്റെ വാല്യൂ 1 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ട് L1 1ഉം L2 1ഉം കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ 2 എത്തിച്ചിരിക്കുന്നത്. സോ L1 = L2 = 1 ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 1 × 2 2h cut square ആണ് ഇതിൻ്റെ ഐഗൺ വാല്യൂ വരിക. സോ ദാറ്റ് മീൻസ് 2 another 2 divided by this 2. സോ ഇവിടെ വീണ്ടും ഒരു 2h cut square വരും. h cut square ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് L1z L2z പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? സോ ഇത് ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ സെറ്റ് കമ്പോണന്റ് ആണ്. ഇതിന്റെ പോസിബിൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് mh cut ആണ്. എമ്മിന്റെ പോസിബിൾ വാല്യൂസ് ഇതാണ്. സോ നമുക്കത് പിന്നെ ഇടാം. സോ h cut square ഉണ്ട്, mh cut ഹോൾ സ്ക്വയർ ആണ്. ആ h കട്ടും ഈ h cut square ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. സോ യു വിൽ ജസ്റ്റ് ഗെറ്റ് ദിസ്. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 - 4 2 2 by 2 is 1 1 plus 2 is 3. സോ 3 - m സ്ക്വയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എമ്മിന് പോസിബിൾ വാല്യൂസ് ഇട്ട് നോക്കാം. m ± 2 ആയി കഴിഞ്ഞാൽ, സോ സ്ക്വയർ ഉള്ളതുകൊണ്ട് പ്ലസോ മൈനസോ ആയതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. E2m. ഓക്കെ, സോ ദിസ് ഇസ് E2 ± 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 - 4 which is -1. So -e ±1 വന്നു കഴിഞ്ഞാൽ you will get E2 ±1 is given by 3 - 1 which is 2. And now when m = 0 you will get E2 0 is given by 3e. So 3e 2e - e ഇതാണ് നിങ്ങളുടെ പോസിബിൾ ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂസ്. ലെറ്റ്സ് സീ. 3e 2e - e. യാ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ 1 കിട്ടുന്നത്. സോ ശ്രദ്ധിക്കുക, ചെറിയ സൈൻ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ -3 - 2e ഉണ്ട്, e ഉണ്ട്, ഓർ 3 2e ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. തെറ്റിപ്പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ ബി കെയർഫുൾ വിത്ത് ദ സൈൻസ്. ഓക്കെ, സോ അഗെയിൻ ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. ടോട്ടൽ ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ മാറ്റി ഈ ടോട്ടൽ ഹാമിൽട്ടോണിയനെ ഇൻ ടേംസ് ഓഫ് കമ്മ്യൂട്ടിങ് തിങ്സ് വിത്ത് എൽ സ്ക്വയർ എഴുതി. സോ നമുക്ക് മനസ്സിലായി എച്ചും എൽ സ്ക്വയർ കമ്മ്യൂട്ട് ചെയ്യുന്നു മനസ്സിലായി. ഇങ്ങനെ ഇതിനെ എഴുതാം. ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ദിസ് വിൽ കറസ്പോണ്ട് ടു ദിസ്. ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. L1 dot L2 എന്ന് പറയുന്നത്, സോ ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണ്. യു ക്യാൻ റൈറ്റ് ആസ് L square - L1 square - L2 square by 2. ഓക്കെ, സോ ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യുക. ദെൻ L സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് അറിയാം, L1 സ്ക്വയറിന് അറിയാം, L2ന്റെ അറിയാം, L1z + L2zന്റെ അറിയാം. ദാറ്റ് വിൽ ഗിവ് മീ മൈ എനർജി ഐഗൺ വാല്യൂസ്. സോ ഇവിടെ ആക്ച്വലി 5 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ +-2നും ഇത് രണ്ടും ഡീജനറേറ്റ് ആണ്. m = +2നും m = -2നും സെയിം എനർജിയാണ്. അതുപോലെ m = +1നും -1നും സെയിം എനർജിയാണ്. സോ 5 എനർജി, ടോട്ടൽ 5 സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ 2 പേര് 2 സെറ്റ് ഡീജനറേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ 5 ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്റ്റേറ്റ്സ് തികയ്ക്കുന്നത്. ഇതുപോലെ സെയിം മേ ബി യു ക്യാൻ ട്രൈ ലൈക്ക് 3 by 3 ബ്ലോക്ക് ഉണ്ടാവും. ഇതുപോലെ
ആ ബ്ലോക്കിലെ എനർജി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക, ഓർ സീറോ എന്ന് പറഞ്ഞാൽ ലീഗൽ സീറോ സ്റ്റേറ്റിന്റെ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കുക. യു ക്യാൻ വർക്ക് ഔട്ട് ഡിഫറെന്റ് തിങ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ വി മൂവ് ഓൺ. ഓക്കെ, സോ ഇത് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Yeah, so I think I am, yes, with this ഈ പാർട്ട് തീർന്നു. സോ ഈ ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും കുറച്ച് ലെങ്തി ആയിരുന്നു. പക്ഷെ ഇവിടെയാണ് നമുക്ക് നിങ്ങൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വേറെ വഴിയില്ല. യു ഹാവ് ടു സ്പെൻഡ് ടൈം ഫോർ ടു ഡു ദിസ്. നേരെ മറിച്ച് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് ചെയ്ത് അവിടെ സേവ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ കുറച്ച് ടൈം മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് വൺസ് യു മൂവ് ഓൺ ടു സി പാർട്ട്, എനിവേ നിങ്ങൾക്ക് സമയം വേണ്ടി വരും. സോ ഇത് സി പാർട്ടിലെ ഫസ്റ്റ്, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എടുത്തു എന്നുള്ളൂ. സോ ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് ഈക്വൽസ് 1/z+1 z/c. സോ ഈ ഒരു ഫംഗ്ഷന്റെ ലോറന്റ് സീരീസിലെ z-z0 when expanded about z0 equal to 1 അതിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് ഡു. സോ ആദ്യം ഞാൻ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു, ബിക്കോസ് നിങ്ങൾ അറ്റ് ദി എൻഡ് നിങ്ങൾ ഇതിൽ ഓർഡർ പോൾ കണ്ടുപിടിക്കും. സോ അതിൻ്റെ റെസിഡ്യൂ വാല്യൂറ്റ് ചെയ്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ഇഫ് യു ക്യാൻ മാനേജ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റും. പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള തരത്തിൽ എഴുതി വെക്കാം, പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം. സോ ലൈക്ക് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് a/z+1 + b/z+3 എന്ന് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുക. ദെൻ യു സോൾവ് ഇറ്റ് ടു ഗെറ്റ്, ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്റെ വാല്യൂ -½ ആണ്. a equals -½ and b equals +r. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫംഗ്ഷന് പെട്ടെന്ന് ഇങ്ങനെ എഴുതി വെക്കാം. സോറി, സോ ദിസ് ഇസ് b ആണ് -½ and this is plus. ഓക്കെ, ഐ തിങ്ക് മേ ബി നമുക്ക് ചെയ്ത് നോക്കാം, അത് തന്നെയായിരിക്കും നല്ലത്. I will not make any mistake. So ഇത് ചെയ്യുന്നത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ +2 നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. az + 3a + bz + b which should be equal to your function നോമിനേറ്റർ. ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സെയിം z+1 × z+3 ആണ്. സോ ഇവര് മാച്ച് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് യുവർ a + b എന്ന് പറയുന്നത് 0 ആയിരിക്കണം, ആൻഡ് 3a + b എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ ദിസ് മീൻസ് a equals -b. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് -3b + b, which is -2b equals 1, or your b equals -1/2, and that means a equals 1/2. Okay, so yeah, I think made a mistake earlier. So this is 1/2/z+1 and -1/2. ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 1/z എന്നുള്ളൊരു ഫോമിലാണ്. അതുകൊണ്ട്
പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് മാറ്റുന്നത്. ഇനി ലോറൻ സീരീസിലേക്ക് വരാം. സോ ഒരു ഫംഗ്ഷന്റെ ഇഫ് ഇറ്റ് ഈസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലിറ്റിക് അബൌട്ട് സെഡ് സീറോ ആണെങ്കിൽ നമുക്കതിനെ ലോറൻ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. അതിനെ ഇങ്ങനെയാണ് ലോറൻ സീരീസ് എഴുതുന്നത്. എഫ് ഓഫ് സെഡ് ഈക്വൽസ് -infinity to +infinity an z minus z0 raised to n. സോ ഇവിടെ ഈ കോഫിഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് ചോദിച്ചിരിക്കുന്നത് n equal to 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻഡ് z0 equal to 1. z0 equal to 1 അബൌട്ടുള്ള എക്സ്പാൻഷനിൽ n equal to 2 ഇതിന്റെ കോഫിഷ്യന്റ് എന്താണെന്നാണ് a2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ a n ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് 1/2πi ഇന്റഗ്രൽ f of z by z minus z0. ഓക്കെ, സോ ഇതിന്റെ രണ്ടും സെഡും കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ maybe I will keep now onwards I will just keep so ഇതാണ് എൻ്റെ സെഡ്. f of z. Okay, so yeah, so this is how f of z minus z0 raised to n plus 1 ഈ ഇൻഡഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് an കിട്ടും. ഓക്കെ, നൗ അപ്പോൾ ഈ കേസിൽ നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു ഇൻഡഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക അറ്റ് n equals 2 വെക്കുക ആൻഡ് z0 equal to 1 വെക്കുക. ലെറ്റ്സ് സീ. സോ നേരത്തെ നമ്മുടെ എഫ് ഓഫ് സെഡിന്റെ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2π I am just putting aside z minus 1. z0 ഞാൻ 1 കൊടുത്തു, n ഞാൻ 2 കൊടുത്താണ്. എഫ് ഓഫ് സെഡിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഓൾറെഡി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷൻ 1/2 1/z plus 1. z minus 1 all cube. ഓക്കെ, മേ ബി ഞാൻ ഇതിനെ ഐ എന്ന് വിളിക്കുകയാണ് ഈ ഇൻ്റഗ്രലിനെ. സോ ദിസ് ഇസ് 1/2πi i. So 1/2 z plus 1 and plus minus 1/2 this is z plus 3. Z plus 3 into z minus 1 all cube. Okay, so ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. You have to apply residue theorem. So ഇവിടെ residue theorem apply ചെയ്യണം. So for that ഞാൻ ഇതിനെ I1 എന്നും ഇതിനെ I2 എന്നും വിളിക്കുകയാണ്. സെപ്പറേറ്റ്ലി ഞാൻ ചെയ്യണം. I1 നോക്കിക്കഴിഞ്ഞാൽ there is a pole about z equals സോ ഇവരെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് 1 അബൌട്ട് ആണ്. സോ 1 പോളാണ് നമുക്ക് നോക്കേണ്ടത് ഈ ഫംഗ്ഷനിലുള്ള. സോ 1 ഒരു പോൾ ഉണ്ട് ഈ ഒരു ഫംഗ്ഷന്. നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ അല്ലത്, അതിന്റെ ഈ an ഇവാലുവേറ്റ് ചെയ്യാൻ നേരത്തുള്ള ഫംഗ്ഷനാണ്. സോ 1 അബൌട്ടുള്ള റെസിഡ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഓർഡർ പോളാണ് രണ്ട് കേസിലും.
തേർഡ് ഓർഡർ പോൾ കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു, വിച്ച് ഇസ് 1/3 - 1 ഫാക്ടോറിയൽ. 3 എന്ന് പറയുന്നത് എൻ്റെ nth ഓർഡർ പോൾ ആണെങ്കിൽ n-1 ആണ് ചെയ്യുന്നത്. ലിമിറ്റ് z tends to 1. 1നെ പോട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. d n-1th ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത് എൻ്റെ ഫംഗ്ഷൻ്റെ, ആൻഡ് z-1 whole cube times my function, this function, which is half z plus 1 z minus 1. So this 2 will cancel out, and this is 1/2 limit z tends to 1, and ഈ 1/2 പുറത്തെടുക്കാം, and that will give me 1/4 here, and so this is second derivative. So of 1/z plus 1, which is 1/4 z tends to 1. First derivative എടുത്തു കഴിഞ്ഞാൽ you will get -1/z plus 1 whole square. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും why did I ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ളൂ. So again, doing differentiation, you will get minus, or you have 2/z plus 1 all cube. So substitute here, so this will give me 2. Now z equal to 1 നിങ്ങൾക്ക് substitute ചെയ്യാം. That will give me 1/2 times 1/2 plus 1, 1 plus 1 is 2, so you can get this is 2 cube, and that is 1/6. 2 into 2 is 4 into 4, 16. Okay, so you got I1. Similarly, I2 here. Again, ഇതും സി പാർട്ടിലാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് ടൈം. സോ ഞാൻ ഡയറക്റ്റ്ലി എഴുതാണ്. സോ ഇവിടെ ഈ -1/2 വരും, ആൻഡ് ഇത് ഓൾറെഡി ക്യാൻസൽ ചെയ്യും. മറ്റേ കേസിലും സെക്കൻഡ് കേസിലും അത് ക്യാൻസൽ ചെയ്യും, ആൻഡ് യു വിൽ ഗെറ്റ് z plus 3 ആണ് ഇവിടെ നടക്കുന്നത്. z plus 1 വരും, z plus 3 ആണ്. സോ ദിസ് ഇസ് -1/4. Second derivative of 1/z plus 3. Again, differentiate here, -1/4 limit z tends to 1. This is -1/z plus 3 whole square, and again differentiate -1/4 times limit. Now you have another minus, so plus I marum 2/z plus 3 all cube. So this 2 and 2 cancel and we get 2.
Okay, so now you have minus 1 by 2 times. Now limit apply here, which is 1 by 4 whole cube. 4 into 4 is 16. Okay, let's do. Okay, so anyway, we got to this. Now I1 plus I2. So I1 plus I2 ചെയ്യുന്നു and 2 pi I. സോ ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇന്റഗ്രൽ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് റെസിഡ്യൂ തിയറം അപ്ലൈ ആണെങ്കിൽ 2 pi I ടൈംസ് സം ഓഫ് റെസിഡ്യൂസ് ആണ്. സോ ഇതാണ് നിങ്ങളുടെ റെസിഡ്യൂ. 2 pi I ടൈംസ് ഇത് വരും. സോറി, സോ നിങ്ങളുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടൈംസ് 2 pi I ആയിരിക്കും ബൈ റെസിഡ്യൂ തിയറം. സിമിലർലി ഇവിടെയും വരും. സോ പക്ഷെ ആ 2 pi ഐയും ഈ 2 pi ഐയും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഐ എന്ന് പറയുന്നത് ജസ്റ്റ് I1 പ്ലസ് I2 ഈ ഇവാലുവേറ്റ് ചെയ്ത ക്വാണ്ടിറ്റീസിന്റെ സം ആയിരിക്കും. സോ ദാറ്റ് വിൽ ഗീവ് മീ A2 ഈക്വൽസ്, നേരത്തെ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത 1 by 16 മൈനസ് so here also I have a 1 by 4 into 4, 6. 16 is there, but there is a 1 by 8 also, right? 1 by 16, 4 into 4, 16. So I have 1 by 16 and I have a 2 into 4. So this is fine. So which is 1 by 16 into 1 minus 1 by 8. 8 minus 1 is 7. So that will give me 7 by 80 plus 48. 48 will give me 128. Okay. Let's see. Yeah. So that's how I get 7 by 128. ഓക്കെ, സോ അഗൈൻ കുറച്ച് ലെങ്തി ആണ്, സി പാർട്ടാണ്, നാച്ചുറൽ ആണ്. ലോറൻസ് സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. സോ ഞാൻ ആദ്യം അത് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫംഗ്ഷനെ കുറച്ച് ഈസി ആയിട്ട് മാറ്റി യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. ദെൻ ലോറൻസ് സീരീസ് എക്സ്പ്രഷൻ ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, ശ്രദ്ധിക്കേണ്ട സാധനം. സോറി, ദിസ് ആൻഡ് ദിസ്, ഈ കോവിഷ്യൻറ്റും ഇതും. സോ ഇത് അനലിറ്റിക്കൽ പോയിന്റ്സിനെ അബൌട്ടാണ് ഇത് വാലിഡ്. നോൺ അനലിറ്റിക്, അതായത് പോൾസിനെ അബൌട്ടല്ല നിങ്ങൾ ഇത് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻസിൽ ഓൾറെഡി ഈ ഫംഗ്ഷൻ സപ്പോസ് -1 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഒരു പോൾ ഉണ്ട് ഓൾറെഡി ഈ എഫ് ഓഫ് സെഡിന്. സോ ആ പോയിന്റിനെ അബൌട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അനലിറ്റിക് ആയിട്ടുള്ള പോയിന്റ്സിനെ അബൌട്ടാണ് ലോറൻസ് സീരീസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ യു ഡു ദിസ്. വൺസ് യു അറൈവ് അറ്റ് ദിസ് an ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ റെസിഡ്യൂ തിയറി ഉപയോഗിക്കുന്നു. റെസിഡ്യൂസിന്റെ സമ്മുമായിട്ടാണ് നിങ്ങൾക്ക് അവസാനം ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ മേ ബി ഐ തിങ്ക് ഐ വിൽ ഫിനിഷ് വിത്ത് ദിസ് വൺ. ഈ പാർട്ടാണ്, പക്ഷേ കുറച്ച് ഇറ്റ്സ് ഇൻഡ്യൂട്ടീവ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ സീരീസ് റിലേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു വേവ് ഫോം തന്നിട്ടുണ്ട്, ഒരു പീരിയോഡിക് വേവ് ഫോം. ടി ഇവിടുത്തെ ടൈം പീരീഡ് ആണ്. ഇറ്റ് റിപ്പീറ്റ്സ്, നിങ്ങൾക്ക് കാണാം പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോം ഉണ്ടെങ്കിൽ അതിലെ ലോവസ്റ്റ് ഹാർമോണിക് ദാറ്റ് വാനിഷസ്, അതായത് നിങ്ങൾ ഇതിന്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് it's a an sum over like sum over an cos or cos both രണ്ടും ഉണ്ടായിരിക്കും. ഇൻ ജനറൽ cos sin 2 pi n by t and bn cos 2 pi n by t ഇതായിരിക്കും നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ നിങ്ങൾക്ക്. സോ ദർ ഇസ് എ ടി ഹിയർ ഓൾസോ. പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ഇതാണ് നിങ്ങളുടെ ഫോറിയർ സീരീസ്.
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ലോവസ്റ്റ് ഹാർമോണിക് ദാറ്റ് വാനിഷസ്. സോ വാനിഷസ് മീൻസ് നിങ്ങളുടെ കോവിഷ്യന്റ് എ എന്നോ ബി എന്നോ സീറോ ആവുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫോർ ഏത് ഫസ്റ്റ്, അതായത് ഏറ്റവും ആദ്യമായിട്ട് വാനിഷ് ചെയ്യുന്ന ഹാർമോണിക് എൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. സോ സപ്പോസ് ദിസ് ഇസ് മൈ സീറോ തൊട്ട് ടി ആണ് ഇതെന്ന് വിചാരിക്കേണ്ടത്. സോ സൈൻ 2π/t 1 n ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ഹിയർ ആൻഡ് ഗോസ് ബാക്ക്. സോ അറ്റ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് മൈ n ഈക്വൽസ് 1. സിമിലർലി നോക്കിക്കഴിഞ്ഞാൽ n ഈക്വൽസ് 2, അതായത് സൈൻ 2π. സോ 2 ആണ് ഇവിടെ വരിക. സോ അതിന് പകരം ഞാൻ t/2 എന്ന് എഴുതാണ്, വിച്ച് ഇസ് ഓൾസോ സെയിം t. സോ ഇതില് ഇങ്ങനെ എഴുതാനുള്ള കാരണം ഇത് വിച്ച് ഇസ് ഇക്വലൻ ടു സെയിങ് നിങ്ങൾ ടൈം പീരീഡ് നിങ്ങൾ ഹാഫ് ആയിട്ട് കുറച്ച്, നിങ്ങളുടെ ഓസിലേറ്റിംഗ് വേവിന്റെ ടൈം പീരീഡ് പകുതിയായിട്ട് കുറച്ച പോലെയാണ് എഫക്റ്റീവ്ലി. സോ ദാറ്റ് മീൻസ് റഫ്ലി ഹിയർ നിങ്ങൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കവർ ചെയ്യണം. സോ this is t again. Okay, so ഇതാണ് എൻ്റെ n equal to 2. സിമിലർലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഓരോ n കൂടുന്തോറും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓരോ അഡീഷണൽ നമ്പർ ഓഫ് ഗിവൺ ടൈം പീരീഡിനെ നിങ്ങൾ അത്രയും ആയിട്ട് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ n equal to 6 വന്നു കഴിഞ്ഞാൽ there will be 6 such 6 കംപ്ലീറ്റ് സൈക്കിൾസ് ഉണ്ടായിരിക്കും ആ ഇതിന്റെ ഓസിലേറ്റിംഗ് ഫംഗ്ഷന്റെ അകത്ത്. സോ ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള നമുക്ക് ഇതൊന്ന് നോക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ഇസ് t മൈനസ് 5/60 ആണ്, വിച്ച് ഇസ് 1/6t. ഇവിടെ നോക്കുക, വിച്ച് ഇസ് ഓൾസോ ഷുഡ് ബി സെയിം ബിക്കോസ് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. 2t മൈനസ് 11/6t. 12 മൈനസ് 11 you will get 1/6. സോ ഇത് രണ്ടും തിക്നെസ്, ഐ മീൻ ഈ വിഡ്ത്ത് സെയിം ആണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് t/6 ആണ്. ഓക്കെ, സോ ടോട്ടൽ ടൈം പീരീഡിനെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ 2 ആയിട്ട് മുറിച്ചു, ഇതുപോലെ നിങ്ങൾ 6 ആയിട്ട് മുറിച്ചു നിങ്ങളുടെ ടോട്ടൽ ടൈം പീരീഡിന്. ടോട്ടൽ ടൈം പീരീഡ് ഇതാണെങ്കിൽ സോ യു ഡിവൈഡ് ദിസ് ഇൻടു 6. 1 2 3 4 5 6 1 2 3 4 5 6. ഓക്കെ, ഒരെണ്ണം കൂടി പോയി. സോ സപ്പോസ് ഇതാണ് എൻ്റെ ടീം വിചാരിക്കും. സോ നൗ യു ഹാവ് 1 2 3 4 5 6. ഓക്കെ, സോ ഇവിടെ ഓരോ ഇതിനകത്തും ഇഫ് മൈ n ഈക്വൽ ടു 6 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് there will be 6 up and downs. ഓക്കെ, നൗ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫംഗ്ഷൻ ഇവിടെ ഈ ഒരു ബാക്കി എല്ലാ റേഞ്ചിലും 0 ആണ്, ഇവിടെ മാത്രമാണ് ഇതിന് ഒരു വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഈ 6th ഇന്റർവെൽ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് വാല്യൂ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തു, നിങ്ങളുടെ ഹാർമോണിക്കും പ്ലോട്ട് ചെയ്തു. സോ നിങ്ങളെ ഫൊറിയർ കോഎഫിഷ്യന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വിച്ച് ഇസ് യു ഇവാലുവേറ്റ് ദ ഫംഗ്ഷൻ f of t with sin 2π that എന്നത്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 2π ഇങ്ങനെയാണ് നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചാമത്തെ സൈക്കിൾ പറയും ഇത് എഫ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ്. സോ ദാറ്റ് വിൽ ഗിവ് മീ അപ് ടു ദിസ് ഇത് 0 ആണ്, ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. ഈ ഇന്റഗ്രലിനെ നിങ്ങൾ മുറിക്കുക, കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അപ് ടു ദ 6th ഇന്റർവൽ തുടങ്ങുന്നത് വരെ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത് 0 ആയിട്ടാണ്. ആ 6ാമത്തെ ഇന്റർവെല്ലിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഇത് ഒന്ന് സൂം ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ആക്സിസ് ആണിത് ആൻഡ് നിങ്ങളുടെ ഹാർമോണിക് എന്ന് പറയുന്നത് ഈക്വലി അപ്പ് ആൻഡ്
ഡൗൺ ട്രാൻസ്ഫേഴ്സ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ തരും, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ തരും. ആൻഡ് ഇഫ് യു ആഡ് അപ്പ് യു വിൽ ഗെറ്റ് 0. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡ്യൂ ടു ഈ 6th ഇന്റർവെല്ലിൽ കാരണമുള്ള ഇന്റഗ്രലിലേക്കുള്ള കോൺട്രിബ്യൂഷനും 0 ആണ് ഫോർ ദിസ് പർട്ടിക്കുലർ. സോ അതുകൊണ്ട് നിങ്ങളുടെ an 0 ആയിരിക്കും. So this implies your an is 0 for n equal to 6. മറ്റ് കേസുകളിൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ n equal to 1 ആണെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ ഇവിടെയാണ് നിങ്ങളുടെ ഫംഗ്ഷൻ 0 ആവുന്നത്. പക്ഷെ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഭാഗങ്ങളില്ല ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാൻ. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ n equal to 2 എനി അതർ n നോട്ട് 6 അല്ലാത്ത അല്ലെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത n വാല്യൂസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും ആൻഡ് an-ന് നോൺ സീറോ വാല്യൂസ് ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് an is not 0 unless n is 6 times some k. 6, 12 അതുപോലെ മൾട്ടിപ്പിൾസിനും 6ന്റെ മൾട്ടിപ്പിൾസിനാണ് n 0 ആവുന്നത്. n equal to otherwise when n equal to 6k ആണെങ്കിൽ an എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് പ്യുവർലി എന്താ പറയാ, വിത്തൗട്ട് ഡൂയിങ് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ പിക്ചറിന്ന് ഇത് മനസ്സിലാവും. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ആക്ച്വലി യു ഡോണ്ട് നീഡ് ടു ലൈക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ. സി പാർട്ടിലെ ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 5 marks. സോ നോട്ട് ദാറ്റ് ഈസി ഇഫ് യു ഹാവ് ദിസ് ബേസിക് ഐഡിയ. ലൈക്ക് ഒരു ഈവൻ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് 0 ആയിരിക്കും. ആ ഒരു ഐഡിയ ആണ് ഇവിടെ ആകെ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ്. സോ ആൻസർ വരുന്നത് 6 ആണ്. ഇവിടെ ആകെ നിങ്ങൾ ആ 5/6 അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സപ്പോസ് ഇത് മാറി വേറെ എന്തെങ്കിലും വാല്യൂ ആയി കഴിഞ്ഞാൽ സോ ആ തിക്നെസ് എത്രയാണോ ആ തിക്നെസ് ആണ് അവിടുത്തെ എത്ര ഏത് സൈക്കിളാണ് അത് വാനിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. Okay, so I hope that's fine. Easy ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫോറിയർ സീരീസിന്റെ ഒരു ബേസിക്സ്. So ഈ ക്വസ്റ്റൻ I think I don't have time for that. I will stop here and probably I think with this I think I finished the teaching hours for current year and I wish all the best for you all. Net exam മാത്രമല്ല for your other exams also. If you can ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആണെങ്കിൽ I will be happy only. So നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൂടുതൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ you can always contact me. You can talk to your teacher and എൻ്റെ കോൺടാക്ട് നിങ്ങൾക്ക് മിസ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. യു ക്യാൻ കോണ്ടാക്ട്. സോ ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഇതും ഞാൻ അന്ന് ഷെയർ ചെയ്ത ഗൂഗിൾ ഡ്രൈവിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ദർ. ഓക്കെ, സോ then thank you and all the best.